എന്തുകൊണ്ടാണ് ഈ ലോട്ടറി അടിച്ച പലരും പിന്നീട് ദരിദ്രരായിട്ട് മാറുന്നത്? അതിന്റെ പ്രധാന കാരണം അവർ ഫിനാൻഷ്യലി ഇന്റലിജന്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ സമ്പത്ത് ആർജിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇന്റലിജന്റ് ആയിരിക്കണം. നമ്മൾ പലപ്പോഴും ആസ്തികളല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ആസ്തികളാണ് എന്ന് ധരിച്ചുകൊണ്ട് ലയബിലിറ്റിയാണ് വരുത്തി വയ്ക്കുന്നത്. ഉദാഹരണത്തിന് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു ഭവനം. പക്ഷെ പലരും ഈ വീടിന് ധാരാളമായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യും. അവര് ആർഭാടം ആയിരിക്കും, വീട് വെക്കുമ്പോഴേക്കും അതിലെ ഉപകരണങ്ങളും എല്ലാം നമ്മൾ ആർഭാടമായിട്ട് എവിടെ നിന്നൊക്കെ കടം കിട്ടാവോ ആ കടമെല്ലാം വാങ്ങിക്കൊണ്ട് അത് EMI അടച്ചാൽ മതിയല്ലോ എന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ആർഭാടത്തിൽ നമ്മുടെ വീട് വയ്ക്കാറുണ്ട്. ഇത് നമ്മൾക്ക് വരുമാനമൊന്നും നേടിത്തരുന്നില്ല. എന്നാൽ നമ്മൾക്ക് ഒരു വീട് വെക്കാനുള്ള നമ്മുടെ കൈവശമുള്ള പണം കൊണ്ട് 2 വീട് വെക്കുകയാണെങ്കിൽ ഒരെണ്ണം നമുക്ക് താമസിക്കാം, രണ്ടാമത്തേത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം, അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാകും. അത് ആ വീട് എത്ര കാലം നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നോ അത്രയും കാലം നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് വേണ്ടുന്നത് പാസീവ് ഇൻകം ആണ്. ആക്റ്റീവ് ഇൻകത്തോടൊപ്പം തന്നെ പാസീവ് ഇൻകം വേണം. ആക്റ്റീവ് ഇൻകം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകം ആണ് നമുക്ക് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. എന്നാൽ പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും, നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല, നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് പാസീവ് ഇൻകം ആണ്. ഉദാഹരണത്തിന് റെന്റ് ആയിട്ട് നമുക്ക് ഇൻകം കിട്ടുന്നു, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് ഇൻകം കിട്ടുന്നു, പിന്നെ ഷെയറിന്റെ ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് ഇൻകം കിട്ടുന്നു. ഇതേപോലെ പല ചോയ്സിലൂടെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിലൂടെ നമുക്ക് ഇൻകം കിട്ടുന്നു. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നതെങ്കിൽ ആ പാസീവ് ഇൻകം ആണ്. ഇങ്ങനെയുള്ള വിവിധ സോഴ്സുകളുണ്ട്, അത് മൾട്ടിപ്പിൾ ചാനലിലൂടെ നമ്മൾക്ക് ഇൻകം നമ്മളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സമ്പന്നരായിട്ട് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്നത്. സിംഗിൾ ഇൻകം ആണെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നമ്മൾക്ക് മൾട്ടിപ്പിൾ ചാനലിലൂടെ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വരുമാനം ഓരോ ദിവസവും വർദ്ധിക്കും. അതുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യലി ഇന്റലിജന്റ് ആകുക. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് സമ്പന്നരാകാം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ബുക്കുകൾ പലതും നിങ്ങൾ വായിക്കുക. റിച്ച് ഡാഡ് പുവർ ഡാഡ് ആ രീതിയിൽ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക ഭദ്രത ആർജിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ബി ഫിനാൻഷ്യലി ഇന്റലിജന്റ്.